കേരളത്തിലെ അതിസമ്പന്നരായ എം.എൽ.എമാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇവരൊക്കെയാണ് അതിസമ്പന്നരായ എം.എൽ.എമാരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും ധനികരായ എം.എൽ.എമാരുടെ കണക്കുകൾ അടക്കമുള്ള റിപ്പോർട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നാഷണൽ ഇലക്ഷൻ വാച്ചും പുറത്തുവിടുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ ധനികരായ എം.എൽ.എമാരുടെ ആസ്തികളാണ്. ഇതിൽ ആദ്യത്തെ വ്യക്തി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രമുഖ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ എം.എൽ.എമാരിൽ 13ാം സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് 4,55,37,826 ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി എന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു 2021 അദ്ദേഹം അവസാനമായി നിയമസഭയിലെത്തിയിരുന്നത്. ഇന്ത്യയിലെ സമ്പന്നരായ എം.എൽ.എമാരിൽ 1711ാം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ സമ്പന്നരായ എം.എൽ.എമാരിൽ 12ാം സ്ഥാനത്തുള്ളത് പി രാജീവാണ്. CPIM-ൽ പ്രതിനിധിയായി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു അദ്ദേഹം 2021 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. നിയമം, വ്യവസായ വകുപ്പ്, ഒപ്പം വാണിജ്യം, ഖനനം, അതുപോലെ ജിയോളജി, തുണിത്തരങ്ങൾ, കൈത്തറി, ഗ്രാമ വ്യവസായങ്ങൾ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് തുടങ്ങി നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയപ്പെടുന്നത് 5,33,29,981 ആണ്. രാജ്യത്തെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 1551 കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ സമ്പന്നരായവരുടെ പട്ടികയിൽ 11ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. കൂടാതെ 2001 മുതൽ അദ്ദേഹം പറവൂർ ജില്ലയിൽ മണ്ഡലത്തിൽ നിയമസഭയെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുകയായിരുന്നു. അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ തുടക്കം. ഇന്ത്യയിലെ സമ്പന്നരായ എം.എൽ.എമാരിൽ 1330ാം സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് 6,69,12,677 കണക്കാക്കപ്പെടുന്നത്. ഈ പട്ടികയിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. കേരള കോൺഗ്രസ് എം പ്രവർത്തകനായ അദ്ദേഹം 2021 തിരഞ്ഞെടുപ്പിൽ PC ജോർജിനെയാണ് പരാജയപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് 8,29,45,618 കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നത് 1127 റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. അടുത്തത് 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും 2021 തിരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച പ്രസിദ്ധ സിനിമാ നടനും CPIM പ്രവർത്തകനുമായ M മുകേഷ് ആണ്. അദ്ദേഹമാണ് 2016 മുതൽ കൊല്ലം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 707 വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ ലിസ്റ്റിൽ 10 കോടിയിൽ അധികം ആസ്തിയുള്ള എം.എൽ.എമാരിൽ ആദ്യത്തെ ആളാണ് അദ്ദേഹം. 14,24,20,240 അദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. ഈ പട്ടികയിൽ 8ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച CPIM പ്രവർത്തകൻ PV ശ്രീനിജനാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും സമ്പന്നരായവരിൽ 8ാം സ്ഥാനത്താണ് അദ്ദേഹം നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ സമ്പന്നന്മാരായ എം.എൽ.എമാരുടെ പട്ടികയിൽ അദ്ദേഹം 665 സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആസ്തി എന്നത് 15,56,52,638 കണക്കാക്കപ്പെടുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച മഞ്ഞളക്കുഴി അലിയാണ് ഈ പട്ടികയിൽ 7ാം സ്ഥാനത്ത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ എം.എൽ.എമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 654 അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 15,59,69,505 ഈ പട്ടികയിൽ 6ാം സ്ഥാനത്തുള്ളത് V അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്. 2016 2021 മലപ്പുറം ജില്ലയിൽ താനൂരിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 595 വിലയിരുത്തുന്നത്. 17,17,80,192 അദ്ദേഹത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ പ്രവർത്തകനും എറണാകുളം ജില്ലയിലെ പിറവം നിയോജക മണ്ഡലത്തിലെ എം.എൽ.എമായ അനൂപ് ജേക്കബ് ആണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ സമ്പന്നരായ എം.എൽ.എമാരുടെ പട്ടികയിൽ 537ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. 18,73,89,677 അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത്. ഈ പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ എം.എൽ.എയും സിനിമാ താരവും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവ് കൂടിയായിരുന്ന R ബാലകൃഷ്ണ പിള്ളയുടെ മകനായിരുന്ന KB ഗണേഷ് കുമാറാണ്. 2006 മുതൽ 2021 വരെ തുടർച്ചയായി അദ്ദേഹം കേരള നിയമസഭയിൽ വിജയിച്ചെത്തി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ എം.എൽ.എമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 526 19,38,496 അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മാണി C കാപ്പൻ
തകർപ്പനാണ്. 2019 മുതൽ അദ്ദേഹം പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗം കൂടിയാണ്. ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 368-ാമതാണ്. അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് 27,93,30,624 ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് 2021 മുതൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ 295-ാം സ്ഥാനത്താണ്. അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി വിലയിരുത്തുന്നത് 34,77,02,751 ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ ആദ്യ 150 പേരിൽ ഉൾപ്പെടുന്ന ഒരേയൊരു കേരള നിയമസഭാ അംഗമാണ് PV അൻവർ. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു 2021 അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നന്മാരായ MLA-മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 149-ആണ്. 64,14,52,931 അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത്.